ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഹൈക്കോടതി ഉത്തരവിൽ വലിയ വിയോജിപ്പ് ഈ ദേവസ്വങ്ങൾ പ്രകടിപ്പിക്കുകയും മറ്റൊരു ബെഞ്ച് കേസ് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകുകയും ഒക്കെ ചെയ്ത വിവരം ഇതിനോടകം വന്നിരുന്നു. ഇപ്പോൾ മേൽക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദേവസ്വങ്ങൾ. എന്താണ് അവർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? വിജയകുമാർ, ഈ ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഉത്തരവുകൾ ഹൈക്കോടതി പുറത്തിറക്കിയിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇറക്കിയ 2 ഉത്തരവുകളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരു ദേവസ്വങ്ങളും സംയുക്തമായി ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെ പേരിലാണ് ഈ ഹർജി. കഴിഞ്ഞ ദിവസം ഈ ഹർജി ഇത് സംബന്ധിച്ചുള്ള ഹർജിയുടെ അപേക്ഷ ഈ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇരു ഉത്തരവുകളും റദ്ദാക്കിയില്ലെങ്കിൽ അത് തൃശ്ശൂർ പൂരത്തെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ദേവസ്വങ്ങൾ ഈ കരാറുമായി ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ദേവസ്വം ഈ പൂര കമ്മിറ്റികളുടെ അടക്കം യോഗം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ യോഗത്തിലേക്ക് അടക്കം പോയിരുന്നു. അന്ന് ഈ ചേർന്ന യോഗങ്ങളിലെല്ലാം പൊതുവായി ഉയർന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് അത് ഈ ഹർജിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. ഈ ഹർജിയുമായി മുന്നോട്ട് പോകാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് വിജയകുമാർ. അത് ഈ ചട്ട ഭേദഗതിയെ സംബന്ധിച്ച് സർക്കാർ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് ഈ ആനകളുടെ മീറ്റർ, അതായത് എഴുന്നള്ളിക്കുമ്പോൾ ഈ ആനകൾ തമ്മിലുള്ള അകലത്തെ സംബന്ധിച്ചാണ് ഇതിൽ പ്രധാനമായും ഉയരുന്ന വെല്ലുവിളി. അപ്പോൾ ഇങ്ങനെ ഒരു അകലം സംബന്ധിച്ച് ഒരു ചട്ടം സർക്കാർ ഭേദഗതി നടത്തിയാൽ പോലും ഈ ചട്ട ഭേദഗതിയെ സംബന്ധിച്ച് ഹൈക്കോടതി ധരിപ്പിക്കണം. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ ചട്ട ഭേദഗതി പാടുള്ളൂ എന്നൊരു ക്ലോസ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് സംബന്ധിച്ചൊരു ചട്ട ഭേദഗതിയിലേക്ക് പോയാൽ പോലും അതൊരു ഗുണപരമായി മാറുമോ എന്നത് സംബന്ധിച്ച് ദേവസ്വങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ, ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ഇപ്പോൾ അത് പൂർണ്ണമായും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ദേവസ്വങ്ങൾ എത്തിയിരിക്കുന്നു. വിജയകുമാർ, യെസ്, ദേവസ്വങ്ങളുടെ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്താണ് തുടർ നീക്കങ്ങൾ എന്നത് അടുത്ത ദിവസങ്ങളിൽ അറിയാം. വിശദമായ വാദം കേൾക്കുന്നത് എപ്പോഴാണ് എന്നതൊക്കെ പിന്നീടേ അറിയൂ. ഏതായാലും ഹൈക്കോടതി ഉത്തരവ് പൂരം നടത്തിപ്പിന് തടസ്സമാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.